പക്ഷേ ശശി തരൂർ ഇങ്ങനെ മോദിയെ ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹം പുകഴ്ത്തി, മറുഭാഗത്തുനിന്ന് അദ്ദേഹം കേരളത്തിലെ വ്യവസായ രംഗത്തെ പറ്റി വലിയ അഭിപ്രായം പറഞ്ഞു. അതായത് കേരളത്തിലെ വ്യവസായ രംഗം വളരെ ഉന്നതിയിലാണെന്നും വ്യവസായ സൗഹൃദ നഗരമാണ് അല്ലെങ്കിൽ എന്താണ് സംസ്ഥാനമാണ് കേരളമെന്നും കുറച്ചു കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ വളരാൻ കേരളത്തിന് വ്യാവസായിക രംഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ശശി തരൂരിൻ്റെ വാക്കുകൾ. അതിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനങ്ങളുമായിരുന്നു, വലിയ പ്രശ്നങ്ങളുമായിരുന്നു. ശശി തരൂരിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവസാനം എനിക്ക് തോന്നുന്നു ശശി തരൂർ ഇപ്പോൾ രാഹുൽ ഗാന്ധി അവർ ഹൈക്കമാൻഡിനെ വരെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് DYFIയുടെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം എന്നുള്ള നിലയിലൊക്കെ. അപ്പോൾ അതിലേക്ക് ശശി തരൂരിനെ DYFI വിളിച്ചിരിക്കുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക രംഗം വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞ് ശശി തരൂരിനെ DYFI വിളിക്കുന്നു. പക്ഷേ അതങ്ങനെ എടുക്കാമെങ്കിൽ അതിനുള്ളിൽ കൂടി മറ്റൊരു സൂചന, അതായത് വ്യവസായത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന CPM-നകത്താണ് ശശി തരൂരിൻ്റെ സ്ഥാനം. ഇനി ശശി തരൂരിന് CPM-ലേക്ക് വരാം എന്നതാണോ DYFI ഉദ്ദേശിക്കുന്നത്? DYFIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടുകൾ അപ്പുറത്താണെന്ന് വെച്ചാൽ BJPയുടെ യുവജന സംഘടന യുവമോർച്ചയുടെയും ഒക്കെ കാഴ്ചപ്പാടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒരാളെ അവരുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് ക്ഷണിക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തായി, അവരുടെ സഹചാരിയായി, കഴിവെങ്കിൽ അവർക്കൊപ്പം തന്നെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നൊരു കാര്യം. അപ്പോൾ എന്തെങ്കിലും ഗുണം തങ്ങൾക്കതുകൊണ്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവരെന്ത് ചെയ്യുള്ളൂ, ഈ പുറത്തുള്ള ആളുകളെ ക്ഷണിക്കുകയുള്ളൂ. പുറത്തുള്ള ആൾ ശശി തരൂർ DYFIക്ക് പുറത്തുള്ള ഒരാളാണ്. അതെ അതെ അതെ. അപ്പോൾ DYFIക്ക് പുറത്തുള്ള ഒരാളെ DYFI ക്ഷണിക്കുമ്പോൾ അവർക്കതുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാകണം എന്നവർക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധം ഈ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസമായിട്ട് ശശി തരൂർ വിവാദ നായകനായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ബോധപൂർവം ശശി തരൂർ നിർവഹിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ ഏറെ നാളുകളായി ശശി തരൂർ നിശബ്ദമാക്കപ്പെടുകയായിരുന്നു. ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ചുമതല നൽകാനും അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനും കോൺഗ്രസ് ശ്രമിച്ചതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഇതേപോലെയുള്ളൊരു സ്റ്റാർട്ടപ്പ് മിഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശശി തരൂരിനെ അവർ ക്ഷണിച്ചിട്ടില്ല. ശശി തരൂരിനെ അവർ അവഗണിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ഇത് നമ്മളെക്കാൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുന്നത് ശശി തരൂർ തന്നെയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കി വളരെ ബുദ്ധിപരമായിട്ട് നടത്തിയ പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു വശത്ത് മോദിയെ പുകഴ്ത്തി, മറ്റൊരു വശത്ത് പിണറായിയെ പ്രശംസിച്ചു. അങ്ങനെയാണ് അത് വിവാദമായി മാറിയത്. രാഷ്ട്രീയമായിട്ട് ഇത് കേരളത്തിലെ കോൺഗ്രസ്സിനെ വലിയ നഷ്ടമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എനിക്കറിയില്ല എന്താണ് നഷ്ടം ഉണ്ടാക്കിയത്, എന്ത് നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നും. ഒരു നഷ്ടവും അതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ് ഇവർ ഈ നഷ്ടം സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അവിടെ 2 വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടന്നെന്നുള്ളത് ശരിയാണ്. ഒരു പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഒരു പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആ പാർട്ടി ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഈ മന്നന്മാരെ കൊണ്ട് കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊറുതുമുട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാർ നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും. ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന BJP സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല ചീത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചീത്ത കാര്യങ്ങൾ എതിർക്കാം, അതാണ് രാഷ്ട്രീയം. നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് ഒരു ക്ഷീണവും പറയുന്ന ആൾക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ കേന്ദ്രം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം CPM-നെ സംബന്ധിച്ചിടത്തോളം ചീത്ത, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചീത്ത. CPM എന്ത് ചെയ്തു കഴിഞ്ഞാലും BJPക്കാർക്ക് അത് ചീത്ത. BJP ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് പാർട്ടി പ്രവർത്തനത്തെ പോലെയാണ്. കോൺഗ്രസ് അങ്ങനെയാണ് ചെയ്യുന്നത്, CPM അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സ്റ്റാറ്റസ് കോയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ശശി തരൂരിൻ്റെ
ഈ പ്രസ്താവനയും വിവാദമാകുന്നതിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണ്. കേരളത്തിൽ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ടിൽ കേരളം സ്റ്റാർട്ടപ്പ് വിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. തരൂർ ചോദിച്ചു, ഇത് ശരിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നാണ് ചോദിച്ചത്. അതിലൊരു കുഴപ്പമില്ല, നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിച്ചുള്ളൂ എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്ഥിതി കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയി. അപ്പോൾ ശശി തരൂർ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലാണ് ലേഖനം എഴുതി, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ എം ഹസൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിയാൻ പാടണം എന്നാണ് പറഞ്ഞത്. ശശി തരൂരിന് മലയാളം അറിയാൻ പാടില്ലാത്തതും ഹസന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതാണ് പ്രശ്നം എന്ന നിലക്കാണ് ചർച്ച പോയത്. രാഷ്ട്രീയമല്ലേ ഇവർ ചർച്ച ചെയ്തത്. പിന്നെ വലിയ തരത്തിൽ അത് രാഷ്ട്രീയ വിവാദമായി മാറിയപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു? ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. എന്തിനു ഇവർ കാണിക്കുന്നത്? ഇവൻ്റെ നേതാവാണ്, ഇവൻ്റെ നേതാവിൻ്റെ വാതിക്കലിലേക്ക് ഇവൻ മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും ശശി തരൂരിനെ കണ്ണെടുത്താൽ കണ്ടുകൂട. കാരണം അയാൾ അവരുടെ അധികാരത്തെ മോഷ്ടിക്കാനായിട്ട് കവരാൻ നടക്കുന്ന വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നു. പിന്നിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഒരു നേതാവ്, ആരാണ്ട് എൻ്റെ പുറകിൽ വന്നേക്കണേ എന്നെ ഉന്തി മാറ്റി കയറാൻ. അടുത്ത ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിൻ്റെ മനപ്പായുസമുണ്ട് കഴിയുന്ന നേതാക്കളാണ്. മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പേടിക്കുന്നത് ശശി തരൂരിനെയാണ്. അവരാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കൾ. അത് സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും വേണുഗോപാലായാലും അവരുടെ ഒരു ശത്രുവായിട്ട് ഇയാളെ കാണുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇയാളിപ്പോൾ എം പിയാണ്, അയാൾ എം പി ആയിട്ട് നടന്നോളും, അയാൾ MLA ആവുമെന്ന് ഇവരെന്തിനാണ് സ്വപ്നം കാണുന്നത്? അപ്പോൾ ഇവരുടെ അനാവശ്യമായിട്ടുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ഇയാളെ ഒരു ശത്രുവായിട്ട് കാണുകയും അങ്ങനെ ശത്രുവായിട്ട് ഇയാളെ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസ്താവന വന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങളിലേക്ക് അതെല്ലാം പോയത്. പക്ഷേ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു, ശശി തരൂരിനെ വിളിപ്പിച്ചു, സംസാരിച്ചു, പ്രശ്നങ്ങൾ തീർന്നു, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് വേണുഗോപാൽ പറഞ്ഞു, അവസാനിച്ചത്. പക്ഷേ അപ്പോഴും DYFIയോ അല്ലെങ്കിൽ CPM ശശി തരൂരിനെ വിടാൻ തയ്യാറില്ല. അതാണ് ഈ സ്റ്റാർട്ടപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ അതിൻ്റെ ഒരു സാധ്യതയുണ്ടെന്നവർ കണക്കാക്കുന്നു. കാരണം ഇതിപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇവർ തമ്മിലുള്ള തർക്കം. അതെ അതെ അതെ. ആ തർക്കം വീണ്ടും തുടരുന്ന സമയത്ത് ഇയാൾക്ക് പൊറുതി മുട്ടിയാൽ അയാൾക്ക് ചാടാൻ ഇവിടെ ഞങ്ങൾ തറ ഒരുക്കി വെച്ചിട്ടുണ്ട്, വന്നോളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതി അതിൻ്റെ അകത്തുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നം. പക്ഷേ അതിൽ ഈ ശശി തരൂർ യഥാർത്ഥത്തിൽ അസംതൃപ്തനാണ്. കാരണം അദ്ദേഹം ലോകം കണ്ട ഒരു മനുഷ്യനാണ്, ഒരുപാട് അറിവുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതെന്നും ചീത്ത കാര്യത്തെ ചീത്തയെന്നും പറയാനുള്ള ഒരു കാലിബർ അദ്ദേഹത്തിനുണ്ട്. ഇപ്പം മാഷ് പറഞ്ഞു നിർത്തിയെടുക്കുന്നത്, അതായത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും സെൽഫിഷ്നെസ്സിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുക, അവൻ്റെ വീടുകളിൽ പോലും അവനോട് സംസാരിക്കരുത് എന്ന് പോലും ഉള്ള പാർട്ടി ഗ്രാമങ്ങളടക്കം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇപ്പം CPM ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് CPM അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാത്തത്. ഇപ്പോൾ കോൺഗ്രസും CPM ഒക്കെ തന്നെ കേരളം പ്രബുദ്ധമാണ് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമയിത്തം, രാഷ്ട്രീയ ജന്മിത്തം, രാഷ്ട്രീയപരമായിട്ടുള്ള തൊട്ടുകൂടായ്മ ഇതൊക്കെ വെച്ച് പുലർത്തുകയാണ്. ഒരാൾ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മറ്റുള്ളവർക്കുള്ള എന്താണ് ഈ മൊത്തം അവരംഗീകരിച്ചു കൊടുക്കലാണ് എന്ന നിലപാടിലേക്ക് ഇവർ പോവുകയാണ്. ശത്രുത്വം മാത്രമേ പറയാവൂ, ഇതാണ് ഇവരുടെ നിലപാട്. അതേ സമയത്ത് തന്നെ തെലങ്കാനയിൽ ഈ പറയുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന അവരുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മോദി എൻ്റെ ബഡാബായിയാണ്, അദ്ദേഹം ഒരുപാട് വികസനത്തിന് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. അവിടുത്തെ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇയാൾ BJPയിലേക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല. അത് ഒരു മാനുഷികതയുടെ രാഷ്ട്രീയമാണ് എന്ന് അവർ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്കിത് മനസ്സിലാവാത്തത്? അല്ല, കേരളത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു സഹകരണ സംഘം, ഇപ്പോൾ ഒരു സഹകരണ സംഘം പ്രവർത്തിക്കുകയാണെന്ന് വിചാരിക്കും, ഒരു MLAയുടെ നിയോജകമണ്ഡലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ MLA UDF MLA ആണെന്ന് വിചാരിക്കാം. ഈ സഹകരണ സംഘം ഭരിക്കുന്നത് CPM ആണെന്ന് വിചാരിക്കും. ആ ഭരണസംഘത്തിന് ഒരു കാരണവശാലും ഇവരെ അടുപ്പിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, സഹകരണ സംഘത്തിൻ്റെ ആ പ്രവർത്തനത്തിൽ പലതരത്തിലുള്ള ഉദ്ഘാടനങ്ങളും പരിപാടികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടംപോലെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കും. ഈ പരിപാടികളിലൊന്നും അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ UDF MLA വിളിക്കില്ല.
പകരം തൊട്ടടുത്ത നിയമമണ്ഡലത്തിൽ നിന്ന് CPM MLA കൊണ്ടുവന്നായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കരുതും CPM മാത്രം ചെയ്യുന്നതാണ്. അല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും അവരൊരിക്കലും CPM MLA, ആ നിയമമണ്ഡലത്തിലെ MLA CPM ആണെങ്കിൽ അവരെ വിളിക്കില്ല. ഇതുമാതിരത്തെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവർ കേരളത്തിൽ ശരിക്കും പറഞ്ഞ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം MLA ആയിക്കഴിയുമ്പോൾ അതുപോലെ MLAയും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ മാന്യനും ഒരിക്കലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിൻ്റെ നിയമമണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ വോട്ടർമാരാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറുന്ന പ്രവർത്തനം തന്നെയില്ല. മാർക്സിസ്റ്റ് MLA ആണെങ്കിൽ മാർക്സിസ്റ്റ് ആളുകൾക്ക് മാത്രം അക്സസിബിലിറ്റി ഉണ്ടാകും. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്. ഇവന്മാരുടെയൊക്കെ ഒരു ഉപജാവ സംഘമായി ഇത് മാറി വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ പ്രശ്നമാണ്. ഇതിനെയൊക്കെ തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇത് മാറ്റണം, ഇത് മാറ്റിയേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ വിഷയങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ എതിർക്കുന്ന സമീപനം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ഉപജാവ സംഘത്തെ കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാനായിട്ട് പറ്റും? ആ ഒരു ചോദ്യമാണ് ശരി. തീർച്ചയായിട്ടും. എന്തായാലും ശശി തരൂരിന് അതൃപ്തി പെട്ടെന്നൊന്നും തീരുമെന്ന് എനിക്കും തോന്നുന്നില്ല. താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയേക്കാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അറിയാം. തീർച്ചയായിട്ടും.